ഡൽഹിയിൽ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തി അധികാരത്തിലേറാൻ വലിയ തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. ദില്ലി ന്യായയാത്രയടക്കം വൻ ക്യാമ്പയിനുമായാണ് കോൺഗ്രസ് രംഗത്തുള്ളത്. എന്നാൽ കോൺഗ്രസിന്റെ സ്ട്രാറ്റജികൾക്ക് വെല്ലുവിളിയാവുകയാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കങ്ങൾ. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമായി 4 പ്രമുഖ നേതാക്കളാണ് AAPയിൽ ചേർന്നത്. പ്രമുഖരുടെ വരവ് AAP ക്യാമ്പിന് നൽകുന്ന ആശ്വാസം ചില്ലറ അല്ലെങ്കിൽ കോൺഗ്രസിനും BJPക്കും അത് വലിയ തലവേദനയാവുകയാണ്. കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നേതാക്കൾ AAPയിലേക്ക് വരുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും 5 തവണ MLAയുമായ ചൗധരി മദീൻ അഹമ്മദാണ് ഏറ്റവും ഒടുവിലായി കോൺഗ്രസിൽ നിന്നും AAP ക്യാമ്പിലെത്തിയ പ്രമുഖൻ. വടക്ക് കിഴക്കൻ ഡൽഹിയിലൂടെ ഭാരത് ജോഡോ ന്യായയാത്ര കടന്നുപോയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കിയത് മദീൻ അഹമ്മദ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ സുബൈറും മരുമകൾ ഷഗുഫ്തയും AAPയിൽ എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ബാബർപൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു സുബൈർ. ഷഗുഫ്ത സിറ്റിംഗ് കൗൺസിലറും. ലക്ഷ്മി നഗറിൽ നിന്ന് 2 തവണ BJP MLA ആയ BB ത്യാഗിയും മറ്റൊരു മുൻ BJP MLA ബ്രഹ്മ സിംഗ് തൻവാറുമാണ് AAPയിലെത്തിയ മറ്റു പ്രമുഖർ. നവംബർ ആദ്യമാണ് ഇവർ AAPയിൽ ചേർന്നത്. അതേസമയം നേതാക്കളുടെ ഒഴുക്ക് തുടർന്നതോടെ പ്രവേശനത്തിനുള്ള മാനദണ്ഡം നിശ്ചയിച്ചിരിക്കുകയാണ് പാർട്ടി. എത്തുന്ന നേതാക്കൾക്ക് വാർഡ് തലം മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനാവുമോ എന്നാണ് AAP നോക്കുന്നത്. അങ്ങനെയുള്ള നേതാക്കളെയാണ് പാർട്ടി കാര്യമായും നോട്ടമിടുന്നതും. അതേസമയം രാഷ്ട്രീയമായി സജീവമല്ലെങ്കിലും മികച്ച ഇമേജുള്ള നേതാക്കളെയും പാർട്ടി ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും AAP വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹിയിലെ ഗാന്ധി നഗർ, ലക്ഷ്മി നഗർ, രോഹിണി, ഛത്തർപൂർ എന്നിവയുൾപ്പെടെ 11 നിയമസഭാ സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിക്ക് നേതാക്കളുടെ അഭാവമുണ്ടെന്നും ചില സിറ്റിംഗ് MLAമാർ ഭരണവിരുദ്ധത നേരിടുന്നുണ്ടെന്നും പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇവിടങ്ങളിലേക്കാണ് AAP പ്രധാനമായും നേതാക്കളെ നോക്കുന്നത്. BJP മുൻ MLA ബ്രഹ്മ സിംഗ് തൻവാർ ലക്ഷ്മി നഗറിലെ വിളവ് നികത്താൻ പോകുന്ന നേതാവാണെന്നും പാർട്ടി കരുതുന്നു. പോരാത്തതിന് ഇയാൾക്ക് ഗുജ്ജറുകൾക്കിടയിൽ സ്വാധീനവുമുണ്ട്. കോൺഗ്രസിൽ നിന്നെത്തിയ അഹമ്മദിന് മദീൻ സമുദായവുമായി ശക്തമായ ബന്ധമുണ്ടെന്നും ഇത് മുതൽക്കൂട്ടാകുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. ഒന്നുകിൽ സാമുദായിക പിന്തുണ അല്ലെങ്കിൽ പ്രാദേശികമായി വളരെ അടുപ്പമുള്ള നേതാക്കൾ, പ്രവർത്തകർ എന്നീ തലങ്ങളിലാണ് പാർട്ടിയുടെ ശ്രദ്ധ. അതേസമയം 1-2 നേതാക്കളല്ലാതെ ആരും പാർട്ടി വിട്ട് പോകുന്നില്ലെന്നാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. അഹമ്മദിനെ പോലുള്ള വ്യക്തിഗത നേതാക്കന്മാർക്കും അവസരവാദികൾക്കും ഒപ്പമല്ല മുസ്ലിം സമുദായം, മറിച്ച് കോൺഗ്രസിനൊപ്പമാണ്. ദില്ലി ന്യായയാത്ര കടന്നു പോകുമ്പോൾ ഇതേ നേതാക്കളുടെ മേഖലയിൽ നിന്നടക്കം കോൺഗ്രസിനോട് സ്നേഹം ചൊരിയുന്നത് നിങ്ങൾക്ക് കാണാമെന്നും ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. നവംബർ 8 തുടങ്ങിയ ദില്ലി ന്യായയാത്ര ഡിസംബർ 4 വരെ 4 ഘട്ടങ്ങളിലായി 70 മണ്ഡലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നഗരങ്ങളിലെ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തിയാണ് കോൺഗ്രസ് തിരിച്ചുവരവിനൊരുങ്ങുന്നത്.